സോ ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. സോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ ഒരു 3 monthsോളമായി. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെയൊക്കെ കാര്യമായിട്ടൊക്കെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ബൈക്കിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് കുറച്ച് നാൾ ബൈക്ക് റൈഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ലോങ് റൈഡ്സ് ഒന്നും ഓടിക്കില്ലെന്നാണ് പറഞ്ഞത്. ബൈക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നെ എനിക്ക് ബൈക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ, എനിക്ക് ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. അപ്പോൾ കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ ആയി. ഇപ്പോൾ കണ്ടീഷൻസൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്കും ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. ഇതിപ്പോൾ ബൈക്കിൻ്റെ കിലോമീറ്റർ നോക്കിയാൽ അറിയാം, ജസ്റ്റ് 5500 കിലോമീറ്ററിനകത്തേ ആയിട്ടുള്ളൂ. 7 മാസമായി ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട്. ഐ തിങ്ക് മാർച്ച് ലാസ്റ്റിൽ എടുത്തതാണ്. വണ്ടി ഓടിക്കാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വ്ളോഗ് ഇടാൻ പറ്റാത്തത്. സോ അപ്പോൾ കിലോമീറ്റർ തികഞ്ഞിട്ടില്ലെങ്കിലും ബൈക്കിൻ്റെ സെക്കൻഡ് സർവീസിന് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ KTM പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ന് മോർണിംഗ് ബൈക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പോയി സെക്കൻഡ് സർവീസ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചെയ്തിട്ടും വണ്ടി വീട്ടിൽ കയറ്റി വെച്ചേക്കാനാണ് പ്ലാൻ. സോ വണ്ടി സർവീസ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ചേഞ്ച് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ 3 കിലോമീറ്റർ ഓടിച്ചതിൽ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് കുറച്ച് നാൾ ബൈക്ക് എടുക്കാതെ വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്ലച്ച് കേബിള് ടൈറ്റായിട്ട് പൊട്ടിയായിരുന്നു. ക്ലച്ച് കേബിള് ടൈറ്റായിട്ട് പൊട്ടി ചെറിയൊരിതിൽ നിൽക്കുക. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പൊട്ടിയതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാതെ കയറ്റി വെച്ചിരുന്നതുകൊണ്ട് പിന്നെ തൊട്ടില്ല. ഇന്ന് സർവീസിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വണ്ടിയിലൊരു മിസ്സിങ് ഞാൻ ഫസ്റ്റ് സർവീസിൻ്റെ കാര്യത്തിലും വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മിസ്സിങ് പോലെ വന്നിട്ട് വണ്ടി ഓഫാവുന്നുണ്ട്. വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല രീതിക്ക് ആ മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇന്ന് മോർണിംഗും വണ്ടി എൻ്റെ നിന്ന് ഓഫായി പോയി. ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഇല്ലാത്തതുപോലെ അങ്ങ് ഓഫായി പോവുക. കുറച്ച് 250 390 ഓണേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങോട്ടും വന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്ന്. LC4C എഞ്ചിൻ, പുതിയൊരു എഞ്ചിന് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പുതിയ എഞ്ചിൻ വന്ന ബൈക്സിൽ മാത്രമേ ഈ ഇഷ്യൂ ഉള്ളൂ. ബാക്കി 200-ലൊന്നും വേറെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. 160, 200 അതിനൊന്നും വേറെ ഇഷ്യൂ ഇല്ല. വണ്ടി കുറച്ച് റൺ ചെയ്ത് നമ്മളെ ടെമ്പറേച്ചറൊക്കെ ഓക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ വരാറില്ല. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു ഓണർ പറഞ്ഞത്, ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു 4000-5000 കിലോമീറ്റേഴ്സൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. യൂട്ടേണൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു മിസ്സിങ് വന്നിട്ട് വണ്ടി ഓഫായി വഴിയിലായി പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഓഫാവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്നാലും നമ്മളെ പ്രീവിയസ് വേർഷനൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയൊരു ബൈക്ക് എടുത്തിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അത് KTM പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. വണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയിൻ ലൂബും ബാക്കി മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി യൂസ് ചെയ്താൽ വെച്ചിരുന്നാലും ഇതൊക്കെ ചെയ്ത് കൊടുക്കും. വാഷിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെന്തായാലും വാഷ് ചെയ്യും. കുറച്ച് നാൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ വണ്ടി നോക്കാൻ പറ്റിയില്ല. ബാക്കി ഞാൻ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം കേട്ടോ. ആ ക്ലച്ച് കേബിള് പൊട്ടി കേട്ടോ. ഞാൻ കുറച്ചാൾ എടുത്തില്ലായിരുന്നു വണ്ടിയെ. ആ ഇത് ഈ ഒരു വാണിങ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അല്ല, സൈഡ് സ്റ്റാൻഡിൻ്റെ അല്ല,
ഇടയ്ക്കൊരു വാർണിംഗ് ലൈറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോഴ് കാണിച്ച ടേൺ സിഗ്നലെന്നും പറഞ്ഞാൽ കാണിച്ചത്, അത് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴാണ് വന്നത്. സാധാരണ അത് ഹസാർഡ് ഇടുമ്പോഴല്ലേ ആ ഒരു വാർണിംഗ് വരുന്നത്. വണ്ടിയുടെ സർവീസ് കഴിഞ്ഞ് ഗൈസ്. വണ്ടി കൊണ്ട് കയറ്റിയപ്പോൾ ഒരു മഴയില്ലായിരുന്നു. വണ്ടി കഴുകി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയപ്പോൾ ഫുൾ മഴ, കുളമായി. അപ്പോൾ നമ്മളെ വണ്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. വണ്ടിയുടെ സർവീസ് കോസ്റ്റിൻ്റെ ബില്ലെന്ന് പറയുമ്പോൾ എനിക്കൊരു 2811 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ളത്. ഇതിൽ ഞാൻ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. കിലോമീറ്റർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാമെന്നുള്ള പ്ലാനിൽ നിൽക്കുക. അടുത്ത സർവീസ് ഇപ്പോൾ അധികം യൂസ് ഇല്ല വണ്ടി, ഞാൻ കയറ്റി വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് സ്പാർക്ക് പ്ലഗ് അടുത്ത സർവീസിൽ മാറ്റാനായിട്ടുള്ള പ്ലാനാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ, പിന്നെ ഓയിൽ ഫിൽട്ടർ, ഗ്യാസ്കറ്റ്, ക്ലച്ച് കേബിൾ പൊട്ടിയത് മാറ്റി, പിന്നെ എയർ ഫിൽട്ടർ. ഓ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരു 244 രൂപ. ക്ലച്ച് കേബിൾ 250 പ്ലസ് 150 ലേബറാണ് കേട്ടോ. പിന്നെ ഓയിൽ ഫിൽറ്ററിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഓറിങ് പോലത്തെ ഒരു ഗ്യാസ്കറ്റ് കിട്ടും. അത് 105 രൂപ. 1.7 ലിറ്റർ ഓയിൽ 1615 രൂപ. സോ ഇത്രയാണ് അപ്പോൾ നമ്മളുടെ സെക്കൻഡ് സർവീസിൻ്റെ ബില്ല് വന്നേക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 2811 കേട്ടോ. ചിലപ്പോൾ ഒരു 3000 റേഞ്ചിനകത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അറിയത്തില്ല ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്.